ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികളുടെ റേഷനും പഞ്ഞമാസ ആനുകൂല്യവും നിഷേധിക്കുന്നത് നിയമസഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം. വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിക്കും. സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഷീജ നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് പഞ്ഞമാസമാണ്, വറുതിയുടെ കാലമാണ്. LDF സർക്കാരിന്റെ കാലത്ത് അവർക്ക് 6000 രൂപ ധനസഹായം സാമ്പത്തിക സമാശ്വാസ പദ്ധതിയിൽ നൽകിയിരുന്നു. അതുമാത്രമല്ല, റേഷനും നൽകിയിരുന്നു. ഇത് രണ്ടും മുടങ്ങിയിരിക്കുകയാണ് UDF സർക്കാരിന്റെ കാലത്ത്. നിയമസഭയിൽ വിഷയം ഉയർത്തുകയാണോ LDF? തീർച്ചയായും മനു, ഏതായാലും വിഷയം അടിയന്തര പ്രമേയമായി തന്നെ സഭയിൽ ഉന്നയിക്കാനാണ് ഇപ്പോൾ LDF തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തു നിന്നും അടിയന്തര പ്രമേയത്തിന് ഈ വിഷയത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് സജി ചെറിയാനാണ്. മുൻ ഫിഷറീസ് മന്ത്രി കൂടിയാണ് അദ്ദേഹം. പ്രധാനമായും ഈ നോട്ടീസിൽ സൂചിപ്പിക്കുന്നത് ഈ വറുതിയുടെ കാലത്തും കൃത്യമായ രീതിയിൽ തന്നെ അവരെ എന്നും ചേർത്ത് പിടിച്ചാണ് കഴിഞ്ഞ 10 വർഷമായി സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് പഞ്ഞമാസ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം, അവർക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടി പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് 6000 രൂപയടക്കം സഹായമായും നൽകിയിരുന്നത്. പക്ഷേ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആകെ മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മത്സ്യത്തൊഴിലാളികൾ ആകെ ദുരിതത്തിലാണ്. ഇതിൽ സർക്കാർ നിഷ്ക്രിയമാണ്. സർക്കാർ ഒരു തരത്തിലുള്ള നടപടിയും അവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ നോട്ടീസിലൂടെ ഉന്നയിക്കുന്നത്. ഏതായാലും 9 മണിക്ക് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം 10 മണിക്ക് ശൂന്യവേളയിലേക്ക് കടക്കുമ്പോഴായിരിക്കും ഈ നോട്ടീസ് സഭ പരിഗണിക്കുക. ഷീജ, ഒരു കാര്യം കൂടി, ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തേക്ക് വന്നിട്ട്. ഇതുവരെ ഈ വിഷയം ഒന്ന് പരിശോധിക്കാനോ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും മനു, കാരണം ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിലുമുള്ളതാണ്. പക്ഷെ പരിശോധിക്കാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെയായി കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ വീടുകൾ എന്ന് പറയുന്നത് പട്ടിണിയുടെ വക്കിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അവിടെ അടിയന്തര നടപടിയാണ് സ്വീകരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള അടിയന്തര നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിമർശനം വലിയ തോതിൽ ഉയരാൻ കാരണം. താങ്ക് യു ഷീജ. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോട് സംസാരിച്ചത്.